നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരല്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും നമ്മളെവിടെയൊക്കെയോ ഈ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യരാണ് നമ്മളെല്ലാവരും. പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ട ഒരു സമയം കൂടിയാണ്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, ഈശോയുടെ പ്രാർത്ഥനയിൽ നിന്നും ചിലതൊക്കെ നമുക്ക് പഠിക്കാനുമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒപ്പം കൂടെയുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു വിശാലത ഉണ്ടാകണം. സ്നേഹമുള്ളവരെ, കൂടെയുള്ളവർക്ക് വേണ്ടി, കൂടെയുള്ളവരുടെ വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണാൻ സാധിച്ച് അത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാനവികത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂടെയുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഈശോയെ പോലെ അപരൻ്റെ സങ്കടങ്ങളും വേദനകളൊക്കെ കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു ആത്മീയത വളരുകയുള്ളൂ. അപരൻ്റെ വേദനയിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുമ്പോഴല്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ ലക്ഷ്യം പിതാവ് ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ കൂടെയുള്ളവർ ഒന്നായിരിക്കണം എന്നുള്ളൊരു ചിന്ത. ഇതൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട വലിയ ഒരു ലക്ഷ്യമായിരിക്കണം. സ്നേഹമുള്ളവരത് കൂടെയുള്ളവരൊക്കെ ഒന്നായിരിക്കുന്നൊരവസ്ഥ, ഭിന്നതകളിലേക്കല്ല, കലഹങ്ങളിലേക്കല്ല, ഐക്യത്തിലേക്ക് വളർത്തുന്ന രീതിയിലേക്ക്. ചിലവരൊക്കെ ഉണ്ട്, എന്നും പ്രാർത്ഥിക്കും, എന്നും പള്ളിയിൽ വരും, പക്ഷേ ഈ ഭിന്നതകളുടെ കലഹത്തിൻ്റെ ചില മനുഷ്യരായിട്ട് മാറുമ്പോൾ നമ്മുടെ ആത്മീയത എവിടെയൊക്കെയോ ഉടഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോയെ പോലെ ഐക്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, ഐക്യത്തിലേക്ക് വളരുവാനായിട്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാവും, നിർവൃതി ഉണ്ടാവും. അതുകൊണ്ട് ഈശോയെ പോലെ നമുക്കായിരിക്കാൻ പരിശ്രമിക്കാം. കൂടെയുള്ളവരുടെ വേദന കാണാനും സങ്കടങ്ങൾ കാണാനും അത് ദൈവത്തോട് പങ്കുവയ്ക്കാനും സാധിക്കണം. ഐക്യത്തിന് വേണ്ടിയുള്ളൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള മനുഷ്യരായിട്ട് വളരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.